Hi friends, welcome to Hamictech Graphics. നിങ്ങൾ ജോലിയൊക്കെ നോക്കുന്ന കൂട്ടുകാരാണോ? അപ്പോൾ ജോലിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു റെസ്യൂം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു കമ്പനി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ റെസ്യൂം ഒക്കെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ റെസ്യൂം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അത്തരത്തിൽ റെസ്യൂം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏതെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്തെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. കാൻവ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കൂട്ടുകാർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID അല്ലെങ്കിൽ ഇവിടെ കണക്ട് ടു അതർ വേ എന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇതെല്ലാം കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ കണക്ട് വിത്ത് ഗൂഗിൾ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള മെയിൽ IDs ഇവിടെ കാണിക്കും. ഇതിൽ ഏത് മെയിൽ ID വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. ഇന്ന് തൽക്കാലം ഒരു മെയിൽ ID ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ CV മാത്രമല്ല വേറെയും കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്റ്റോറീസ്, ലോഗോസ്, പിന്നെ പോസ്റ്റർ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, പിന്നെ യൂട്യൂബ് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് സാധിക്കുന്നതാണ്. അതുപോലെ വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഫോട്ടോ കൊളാജ്, പിന്നെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ സ്റ്റാറ്റസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ പല ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട്. അപ്പോൾ തൽക്കാലം ആ എല്ലാ ഉപയോഗത്തെ പറ്റി നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു CV ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് CV ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്ന CV ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം. ഞാനിപ്പോ ഒരു വീഡിയോ എഡിറ്ററിന്റെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഒരു CV ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കമ്പനിയിലോട്ട് അയക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റർ റെസ്യൂം എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റുകൾ ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ചിലതൊക്കെ പെയ്ഡ് ആണ്. അപ്പം പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പൈസ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്താൽ മതിയെങ്കിൽ അതിന് നമുക്കിവിടെ സാധിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ് നമ്മളിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ചൂസ് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റിന്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള എഡ്യൂക്കേഷനും പേര്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് എങ്ങനെ നോക്കാം. അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പേര് മാറ്റണം. പേര് മാറ്റണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ നോക്കാം എഡിറ്റ്, ഫോണ്ട്, സൈസ്, അതിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ളത് എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു പേര് മാറ്റാം. ആ ഒരു പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നീട് ഇവിടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എഡിറ്റ് ചെയ്യേണ്ട രീതി വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പരൊക്കെ എന്താണോ അതൊക്കെ കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇൻ കേസ് ഇല്ലാത്ത പോർഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. എന്നിട്ടത് അറേഞ്ച് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും. മുകളിലോട്ടും താഴോട്ടൊക്കെ ആക്കാൻ പറ്റും. ഇനി ഇതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇത് അലൈൻമെന്റ് ഒക്കെ ചെയ്ത് വെക്കണമെങ്കിൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനെല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഫോണിലായതുകൊണ്ട് ഈ ഇത്തരത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യണം എന്ന് മാത്രം. കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. അതായത് എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് എല്ലാം എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതെല്ലാം ഒന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫോട്ടോയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ താഴെയായിട്ട് റീപ്ലേസ് എന്നൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പെർമിഷൻസ് ഒക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെല്ലാം അലോ ചെയ്ത് കൊടുത്തിട്ട്
അതെല്ലാം അലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഫോട്ടോ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എഫക്റ്റ് കൊടുക്കാനും ഫിൽറ്റർ കൊടുക്കാനും ക്രോപ്പ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റൊക്കെ പറ്റി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ അൺഡു എന്നൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ എറേസ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും കറക്റ്റായിട്ട് വരെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്തു. അതുപോലെ ഇതിപ്പോൾ ഒരു പേജ് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരു പേജും കൂടെ നിങ്ങൾക്ക് വേണം, എന്നിട്ട് അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്യൂം വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം വേറൊരു ഡിസൈൻ ചൂസ് ചെയ്തു. എന്നിട്ട് ആഡ് ആസ് എ ന്യൂ പേജ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പേജും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്തി നമ്മുടേതായിട്ടുള്ള രീതിയിലാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തില്ല നോക്കാമെങ്കിൽ ഇവിടെ 2 പേജുകൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഈ 2 പേജുകൾ എല്ലാം റെഡി ആയി. ഇനി നമുക്കത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു പേജ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കും. ഈ ഒരു പേജ് മാത്രമല്ല, ഈ ഒരു പേജിന്റെ വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അത് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം ചെയ്തെടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള റെസ്യൂം കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു റെസ്യൂം ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയ ഈ ഒരു സേവ് നമുക്ക് വാട്സപ്പ് വഴിയും ജിമെയിൽ വഴിയും എല്ലാം സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പ് വഴി വേണമെങ്കിൽ ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ജിമെയിൽ വഴിയെല്ലാം സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ വാട്സപ്പ് വഴി ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വാട്സപ്പ് വഴിയെല്ലാം നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇനി ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാൻവ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാമെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റെസ്യൂംസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഇമേജസ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് PDF ആക്കണമെങ്കിൽ അതിനും നമുക്ക് പറ്റുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിലോട്ട് വരാം. മുകളിൽ കാണുന്ന ഈ ഒരു അപ്ലോഡിന്റെ ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഡൗൺലോഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ JPG ആയിട്ടും PDF ഫോർമാറ്റ്, അതുപോലെ MP3 വീഡിയോ ഫോർമാറ്റ്, GIF ഫോർമാറ്റ്, PNG ഫോർമാറ്റ് ആയിട്ടെല്ലാം നമുക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇമേജ് ആയിട്ട് മാത്രം വരുന്ന ആ ഒരു മെത്തേഡ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മെത്തേഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം PDF ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ PDF എന്നത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എത്ര പേജൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് 2 പേജും വേണം, അപ്പോൾ അതും കൊടുക്കാം. നമുക്ക് ഓൾറെഡി 2 പേജ് ഉണ്ട്. ആ 2 പേജും PDF-നകത്ത് ഇൻക്ലൂഡായി വരണം. അപ്പോൾ അത് കൊടുത്ത് എന്നിട്ട് ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ ഒരു PDF ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ ചെയ്ത തൊട്ട് തന്നെ വാട്സപ്പ് വഴി ജിമെയിൽ വഴി എല്ലാം ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും PDF ആയിട്ട് നമുക്ക് ആ ഒരു ഫയലിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കാണണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സിൽ നോക്കിയാൽ മതി. ഡൗൺലോഡ്സിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ PDF ഫോർമാറ്റിൽ തന്നെ നമ്മുടെ ആ ഒരു CV ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു PDF-ന്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ resume.pdf എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇന്ന് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു CV ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനെല്ലാം സാധിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാൻവ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു CV കൃത്യമായിട്ടും കറക്റ്റായിട്ടും എല്ലാം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ആ ഒരു CV കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.